കറന്റ്ലി ഞാനുള്ളത് നമ്മുടെ ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. എന്നോടൊപ്പം ഉള്ളത് മലപ്പുറത്ത് നിന്ന് റിഫിനയാണ്. റിഫിന കറന്റ്ലി ഇവിടെ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. സോ ആദിത്യയിൽ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാന്ന് വിചാരിച്ചു. റിഫിന, കോളേജിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കോളേജ് ഞാൻ കുറെ അന്വേഷിച്ച് തീരുമാനിച്ച് ചൂസ് ചെയ്തതാണ് ആദിത്യ കോളേജ്. ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ദ ഡിസിഷൻ. കാരണം ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം മലയാളീസ്, കാരണം വേറെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ടെൻഷൻ നന്നായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ബാക്കിയുള്ള കോളേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആയി തോന്നി കൂടുതലും മലയാളി സ്റ്റുഡൻസ് ആണ്. അപ്പം നമുക്ക് വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഫീൽ ഇല്ല. എല്ലാവരും നമ്മുടെ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും മലയാളീസ് ആണ്. സോ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. സോ റിഫിന ഇപ്പൊ വരുന്നത് സെക്കൻഡ് ഇയറിലാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയറിന്റെ എക്സാമിനേഷൻ ആവാൻ പോകുന്നത്. ഏപ്രിൽ എക്സാമിനേഷൻ ആവാൻ. സോ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഇപ്പൊ കേരളത്തിന് പുറത്തു പോയിട്ട് എസ്പെഷ്യലി റേഡിയോളജി പോലത്തെ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത്, ബിക്കോസ് കേരളത്തിൽ ആകെയുള്ളത് റേഡിയോളജി 35 സീറ്റാണ്. സോ പുറത്തുപോയി പഠിക്കുമ്പോൾ എല്ലാവരുടെയും നെക്സ്റ്റ് വറീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രാക്ടിക്കൽസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് നല്ലൊരു ടെൻഷൻ ഉണ്ടാവും. സോ ഇവിടുത്തെ ക്ലിനിക്കൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കോഴ്സ് വരുന്നത് 3 years പ്ലസ് 4th year ഇന്റേൺഷിപ്പ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കോളേജിൽ ഓരോ ഇയറും പോസ്റ്റിങ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ ഒരു ഇയർ ഒരു പോസ്റ്റിങ്സ് അല്ല ഉണ്ടാവുക. കാരണം ഇപ്പം ഞാനിപ്പോ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. പക്ഷെ ഞാനിപ്പോ 3 times എന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 3 different ഹോസ്പിറ്റൽസിൽ പോയിട്ടുണ്ട്. അതും ഒരു പോസ്റ്റിംഗ് വെച്ചാൽ ഒരു 2 months എങ്കിലും മിനിമം ഉണ്ടാവും. 2 to 3 months എങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് നമ്മൾ ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ് പോകുമ്പോൾ നമുക്ക് ഈ തിയറി ക്ലാസ്സസ് പ്ലസ് നമുക്ക് അറിയാം ആക്ച്വലി ആസ് എ റേഡിയോഗ്രാഫർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരും അവർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്നെ ചെയ്ത് പഠിക്കും എന്ന് പറയുമ്പോൾ നമുക്കത് വെരി ഹെൽപ്ഫുൾ ആണ്. എല്ലാ സ്റ്റുഡൻസിനും നോർമലി ഇന്റേൺഷിപ്പിന് വെയിറ്റ് ചെയ്യാണ്ട രീതിയിൽ അവർ ഇപ്പൊ തന്നെ കറന്റ്ലി ക്ലിനിക്കൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത് നോർമലി ഇപ്പം സ്റ്റുഡൻസിന്റെ ടെൻഷനേക്കാൾ ഏറെ പാരന്റ്സിനുള്ള ഒരു ടെൻഷനാണ്, സേഫ്റ്റിയെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഞാനിവിടെ വന്ന സമയത്ത്, പിന്നെ ഞാനിവിടുത്തെ ഡീൻ മാമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബോയ്സിന്റെയും ഗേൾസിന്റെ ഹോസ്റ്റൽ ഇൻസൈഡ് ക്യാമ്പസ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു സേഫ്റ്റിയുടെ കൺസേൺ ഏകദേശം ഒരു ഒഴിവായി എന്ന് ചിന്തിക്കാം. എന്നാലും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്, തന്നെ ഇവിടുത്തെ ഫുഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണോ, കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡാണോ, ഹോസ്റ്റലിന്റെ ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഓക്കെ ആണോ? ഹോസ്റ്റലിൽ ഇപ്പോൾ ഞാനും ഇവിടെ വന്നപ്പോൾ എന്റെ പേരൻസ് ആദ്യം നോക്കുന്നത് ഓക്കെ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ് ഹോസ്റ്റൽ, അപ്പൊ സേഫ്റ്റി ആണ് എന്നാണ്. പിന്നെ സെപ്പറേറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് വാർഡൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് 24/7 വാർഡൻ ഉണ്ടായിരിക്കും. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും വയ്യായി എന്തെങ്കിലും വരാണെങ്കിലാണ്, കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പം പേരൻസിന് എത്തണമെന്നില്ല. അപ്പൊ വാർഡൻ എപ്പോഴാണെങ്കിലും രാത്രി ആണെങ്കിലും നമ്മള് ക്യാബ് വിളിച്ചിട്ട് വാർഡൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എപ്പോഴാണെങ്കിലും ഡീൻ മാമിനാണെങ്കിലും ദിബ മാമിനെ എപ്പോൾ വിളിച്ചാലും മാം അവൈലബിൾ ആണ്. മാം പറയും അവരെ അപ്പൊ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ സേഫ്റ്റിന്റെ കാര്യത്തിലൊന്നും ടെൻഷൻ ഇല്ല. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെയല്ല. നമുക്കിപ്പം വീക്ക്ലി ഔട്ടിങ്സ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പോയി വാങ്ങിക്കാനും കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഭയങ്കര ഹോസ്റ്റലാന്ന് വെച്ചിട്ട് അതിൻ്റെതായ ഭയങ്കര സ്ട്രിക്ട് നേച്ചർ അല്ല. അത്യാവശ്യത്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീഡം ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ ഈസ് ലൈക്ക് ഒരു ഹോംലി ഫീൽ ആണ്. നമുക്ക് വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും മേ ബി ഹോസ്റ്റലിൽ നിൽക്കാനായിരിക്കും ഇഷ്ടം. സോ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ മലപ്പുറത്ത് നിന്നല്ലേ വരുന്നത്? മലപ്പുറത്ത് എവിടെയാ സ്ഥലം വരുന്നത്? ഞാൻ കൊളപ്പുറം എന്ന സ്ഥലമാണ്. ടൗണിനടുത്ത് തന്നെയാണോ? അതെ. ഓക്കെ. സോ മലപ്പുറത്ത് നിന്ന് വരുന്ന സമയത്ത് എങ്ങനെയാ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്? ഞാൻ വരികയാണെങ്കിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, ഒരു എന്റെ വീട്ടിൽ നിന്ന് ലൈക്ക് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഡയറക്റ്റ് കോയമ്പത്തൂർ ട്രെയിൻ ഉണ്ട്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോളേജിലോട്ട് എത്ര ഡിസ്റ്റൻസ് വരും? നമ്മൾ ഫസ്റ്റ് ഒക്കെ വരുമ്പോൾ എപ്പോഴും ക്യാബ് വിളിച്ചിട്ടാ വരാം. പിന്നെ നമുക്ക് ശീലമാകുമ്പോൾ നമുക്ക് അറിയാം ബസ്സിൽ തന്നെ നമുക്ക് വരാവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നമ്മളെ നാട്ടിലെ പോലെ ഒന്നല്ല. ഇവിടെ ആണെങ്കിൽ സ്റ്റുഡൻസിന് ഫ്രീ ആണ് ബസ്. ഫ്രീ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻസിന് ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ബസ്സൊക്കെ കയറി വരാവുന്നേ ഉള്ളൂ. സ്റ്റുഡന്റ് ഐഡി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അതെ, സ്റ്റുഡന്റ് ഐഡി കാണിച്ചാൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അത് ഇവിടെ തമിഴ്നാടിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് എവിടെ പോവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റഡീസ് മാത്രം ഓക്കെ ആയാൽ പോരല്ലോ. ഞാൻ ചോദിക്കുന്ന സ്റ്റഡീസ് കൂടാണ്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ? അത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഇപ്പൊ കോയമ്പത്തൂർ തന്നെ വേറെയുള്ള കോളേജിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ കോളേജിൽ എപ്പോഴും പ്രോഗ്രാം ആണല്ലോ അങ്ങനെ പറയാം. ബിക്കോസ് ഞങ്ങളുടെ കോളേജിൽ എന്ന് വെച്ചാൽ എപ്പോഴും എന്ത് ഇപ്പൊ ഓരോ ഡേയ്സ് വരുമല്ലോ നമുക്ക്. അപ്പൊ അതിനെല്ലാം പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിലും കോൺഫറൻസുകൾ ഉണ്ടായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ എന്റേതാണെങ്കിൽ റേഡിയോളജി, CPP, CT, PA, MLT,
എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഡിപ്പാർട്ട്മെന്റ് വൈസ് മാം കോൺഫറൻസ് വെക്കാറുണ്ട്. അതിൻ്റെതായ ഡോക്ടേഴ്സും സെമിനാർ പ്രസന്റ് ചെയ്യാനൊക്കെ അവർ വന്നിട്ട്, അപ്പൊ നമുക്ക് അത്ര എക്സ്പോഷർ ആണ്. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് കഴിഞ്ഞൊരു നാഷണൽ വൈഡ് റേഡിയോളജി കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ആദിത്യ കൺവെൻഷൻ സെന്ററിലായിരുന്നു. ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് നാഷണൽ കോൺഫറൻസ് ആയിരുന്നു. പക്ഷെ നാഷണൽ അല്ലാണ്ട് തന്നെ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇയർലി എല്ലാ വർഷവും കോൺഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അത് ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാനും ഈ ഫീൽഡ് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എന്തൊക്കെ സ്കോപ്പാണ് ഉള്ളത്, നമുക്ക് ഇനി സ്റ്റഡീസ് ഇതിനെപ്പറ്റി കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ അതൊക്കെ നമുക്ക് അത്ര എക്സ്പോഷർ തരാണ് ഇൻ ദ പ്രാക്ടിക്കൽ വേൾഡ്. നമ്മളിപ്പോ പഠിക്കുന്നതല്ലേ ഉള്ളൂ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഷീസ് കൈൻഡ് ഓഫ് മേക്കിംഗ് അസ്, മാം എപ്പോഴും പറയും ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഇപ്പൊ ഇവിടുന്ന് പോയാലും ഓക്കെ ആദ്യത്തെ സ്റ്റുഡന്റ് ആണ്, യു നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ തന്നെയാണ് ദീപ മാം ഞങ്ങളെ ട്രെയിൻ മീൻസ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. മീൻസ് ആ ഫീൽഡിലുള്ള കുറച്ച് നല്ല എക്സ്പെർട്സിനെ കാണാനും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതിലൂടെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. സോ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ബിക്കോസ് കേരളത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് കോയമ്പത്തൂർ വന്ന് പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തതിൽ നിന്നുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഓവറോൾ എക്സ്പീരിയൻസ് ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ഡെസിഷൻ. ബിക്കോസ് ഞാൻ കുറെ അന്വേഷിച്ചെടുത്ത തീരുമാനമാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മള് നാട്ടിൽ നിന്ന് പുറത്തു വന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പേരൻസിനും റിലേറ്റീവ്സിനും ഒക്കെ ഇഷ്യൂസ് ആൻഡ് കൺസേൺ ഉണ്ടാവും. പക്ഷെ ഇവിടെ കോളേജിൽ വന്ന് എല്ലാം അന്വേഷിച്ച് ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കോളേജ് ചൂസ് ചെയ്തത്. ആൻഡ് ഐ ഡോണ്ട് റിഗ്രറ്റ് ദാറ്റ്. അങ്ങനെ തന്നെയാണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. താങ്ക് യു. താങ്ക് യു സർ.